എന്തായാലും ടേക്ക് ഓഫിലേക്ക് നമുക്കറിയാം, ടേക്ക് ഓഫ് വലിയ മെഗാ പ്രോഗ്രാം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ടേക്ക് ഓഫിലേക്ക് എന്തായാലും NTC ടച്ചിങ് ആണ്, RTC കഴിഞ്ഞ് NTC ടച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 4 STCകൾ ഉണ്ടാവും. സാറ് കേൾക്കുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഞാൻ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങളുടെ ടീമിന്റെ നെയിം എന്തായിരുന്നു? എന്താ പറയാ, ബെലാട്രിക്സ് അല്ലേ? ബെലാട്രിക്സ് ബിന്ദു കൃഷ്ണ, പറഞ്ഞോളൂ. 4 STCകൾ വരുന്നുണ്ടാവും, അതുപോലെ 3 RTCകൾ വരുന്നുണ്ടാവും, അതുപോലെ 8 DTCകൾ വരുന്നുണ്ടാവും. 8 DTC. ഓക്കെ. പിന്നെ പേഴ്സണലി ഇലക്ട്രിക് വണ്ടി വരുന്നുണ്ടാവും. അതുപോലെ തന്നെ 4 ടീമിൽ തന്നെ 4 വണ്ടികൾ വരുന്നുണ്ട്, കാർ വരുന്നുണ്ടാവും, ബ്രാൻഡ് ന്യൂ. ഇത് നിങ്ങളെ തൊട്ട് താഴത്തേക്കാണ് നിങ്ങൾ ബയാട്രിക്സ് ആണോ പറഞ്ഞത്? നിങ്ങൾ മൊത്തമായിട്ടാണ് പറഞ്ഞത്? ഞാൻ എന്റെ ടീം മൊത്തം എടുക്കാൻ പറ്റുള്ളൂ, വണ്ടീനെയൊക്കെ മൊത്തം എടുക്കാൻ പറ്റുള്ളൂ. അല്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന്റെ കാര്യത്തില് നിങ്ങൾക്കൊരു ഫോക്കസ് കിട്ടാനാണ് ഞാൻ ഇത് വെച്ചത്. മറ്റേതാകുമ്പോ പറഞ്ഞുകൊടുത്തേക്ക് എത്തി കിട്ടാതിരിക്കാൻ വരണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. ടീമിന് തന്നെ എത്രയാണ് ടോട്ടൽ നമ്പർ? ടോട്ടൽ 500 ആണ്. ടോട്ടൽ 500. ബോട്ട് അച്ചീവർ 4 ഉണ്ട്. ഇപ്പൊ ഉള്ളത് ചെയ്തു പോയത് 4 ആണ്, ഇനി ഉണ്ടാവാനുള്ളതുണ്ട്. അതായത് 3 RTC, NTC ടച്ചിങ് അല്ലേ? NTC ടച്ചിങ് ആണ് എന്താ പറഞ്ഞത്? ടച്ചിങ് ആണ്. നിങ്ങള് RTCയില് 3 RTC 500 ടിക്കറ്റ് എന്ന് പറഞ്ഞുകൊടുത്ത ഒരു പരിതാപകരമായ അവസ്ഥയുണ്ട്. എന്താന്ന് വെച്ചാൽ 4 STCയും 3 RTCയും, അതായത് നമ്മളുടെ എന്താ പറയാ, ഇവർക്ക് നമ്മളെ കെട്ടുപോയല്ലോ, നമ്മള് ഫ്ലോറിഡ പ്രോഗ്രാമിലേക്ക് RTC തലത്തിൽ നമ്മുടെ ട്രിലേഴ്സ് അക്കാദമിയുടെ ഭാഗത്തു നിന്ന് 1000 ആളുകളാണ് പോയത്. ഈവന്തോ ടിക്കറ്റ് റേറ്റ് 900, ബസ്സിന്റെ ഫെയർ വേറെയും. ഇതൊക്കെ ഉണ്ടായിരിക്കും. 3 RTC ഉണ്ടാകുമ്പോൾ മലപ്പുറത്തിന്റെ മണ്ണിൽ നിങ്ങൾ 500 ടിക്കറ്റ് എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കരമായ നമ്പറല്ല എന്ന് സൂചിപ്പിക്കുന്നു. 4 STC എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ 2 STC ഉള്ള ടീംസും, ZTCകൾ ഏകദേശം ഉള്ള ടീംസും, അതേപോലെ DTC 4-5 ഉള്ള ടീംസും അല്ലേ? കൺഫ്യൂഷൻസ് നന്നായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോട്ടൽ പറഞ്ഞ സമയത്ത് ഒരു പക്ഷെ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. അതായത് നിങ്ങൾ പറഞ്ഞെടുത്ത് ഉണ്ടാകുന്നത് 4 STC എന്ന് പറയുന്നിടത്ത് തന്നെ അതിന്റെ ഒരു പ്രയാസമുണ്ട്. കാര്യം ഈ ടീമിൽ നിന്ന് പല ആൾക്കാരും ATC ഒരിക്കലും STC ആവൂല എന്ന് പ്ലാൻ ഇട്ട പോലെ ആയിരിക്കും ആ പ്ലാൻ വരിക. അതേപോലെ RTC നല്ല തീരുമാനമാണ്. അതേപോലെ 8 DTCയും പരിതാപകരമായ തീരുമാനമാണ്. കാര്യം ഒറ്റ TCയും DTC ആവാൻ സാധ്യതയില്ല എന്ന് കാണിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോട്ടൽ ടീമിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മുടെ കൈക്കിൽ ഒരു കറക്റ്റ് പ്ലാൻ വരൂല. അല്ലെങ്കിൽ നിങ്ങൾ ടീമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ലീഡർമാരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ അഭിപ്രായം പറഞ്ഞതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷെ എല്ലാ STCകളും ഇങ്ങനെ ഒരു തീരുമാനങ്ങൾ കയ്യിൽ വരാൻ നല്ലത് എന്താണ്? ആദ്യം അടിത്തട്ടിൽ ഇങ്ങനത്തെ ഗ്രൂപ്പുകളുടെ തീരുമാനത്തെ കോർഡിനേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് അതിനെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്റേതായ വലിയൊരു പ്ലാൻ ഉണ്ടാക്കുക. ഇതിന് എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഇപ്പൊ 3 RTC തലത്തിൽ നിങ്ങൾ 500 എന്നുള്ള എണ്ണം പറയുമ്പോൾ ഒരു പക്ഷെ ഇനി താഴത്തുള്ള ഒരു വ്യക്തി, നിങ്ങളെ താഴത്തുള്ള ഒരാൾക്ക് ഒരു 250 10 പറഞ്ഞാല് അവരെന്നെ പറഞ്ഞത് 700 800 1000 ആകും. അപ്പൊ അത് വരാതിരിക്കാനും അതിലേക്ക് ഒരു സ്പേസ് കൊടുക്കാനും നമ്മൾ ആദ്യം അവരെ കേൾക്കുക, എന്നിട്ട് അവരേക്കൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മളിത് പിടിച്ചേർത്തി കൊടുക്കുക. ഇത് എല്ലാ ലീഡർമാരോടുള്ള വർത്താനാണ്. ഞാനിപ്പോ ബിന്ദു മേഡത്തോട് മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ലീഡർമാർ ഇതൊരു ടെക്നിക്കൽ വശം തിരിച്ചറിയണം. എങ്ങനെയാണ് ടീമിനോട് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വലിയൊരു പ്ലാൻ ആദ്യം ഉണ്ടാവണം, അതവിടെ എടുത്തു വെക്കുക. എന്നിട്ട് ടീമിന് വലിയൊരു പ്ലാൻ കൊടുത്തിട്ട് അവരെ വളർത്തി പൊക്കി എടുത്തിട്ട് നമ്മൾ ഈ സാധനം കൂടി തേപ്പിച്ച് സെറ്റ് ചെയ്യുക. അങ്ങനെ വന്നാലേ ദമ്മിട്ട് റെഡി ആവാം. നേരെ മറിച്ച് നമ്മളെ നേരിട്ടൊരു പ്ലാന് പോയാലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയണം, റിലയൻസ് അക്കാദമി അടുത്തൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്, 1000 ആൾക്കാരെ ഫംഗ്ഷനാണ്, ടിക്കറ്റ് പറഞ്ഞോളി എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന 500 50 ഈ പറഞ്ഞ 200 10 മാറും, ഈ നിൽക്കുന്ന 100 20 മാറും. എന്താ കാരണം? ഞാൻ ആദ്യം 1000 പ്ലാൻ ഇട്ടുള്ളൂ. ഇതേപോലെയാണ് ബിസിനസ്സിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ ദ സ്പോക്കൺ വേർഡ്സ് വിൽ ക്രിയേറ്റ് വണ്ടേഴ്സ്. സംസാരിക്കുന്ന വരികൾ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ആ പ്ലാനും കൂടി ഒന്ന് സെറ്റ് ചെയ്തോളൂ. എന്തായാലും കുഴപ്പമില്ല. കാറുകള് സാധനങ്ങളൊക്കെ കേട്ടോ. എത്ര കാറുകൾ പറഞ്ഞത് ഉദ്ദേശിച്ചു? ഒരു ഇലക്ട്രിക്കൽ കാർ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, അല്ല വേറെ കാറുണ്ടോ? 4 സാറേ. 4 കാർ. ഓക്കെ, പ്ലീസ്. എന്നാ വരട്ടെ, അടുത്ത് വരട്ടെ.
ഇനി വരട്ടെ, അടുത്തത് വരട്ടെ. ഇനി ബെല്ലാട്രിക്സിന്റെ നടത്തുന്ന എഴുതിക്കാൻ ഇപ്പൊന്ന് വിട്ടാളി കേട്ടോ. നിങ്ങളുടെ ടീമിനെ ബേസ് ചെയ്തത് നിങ്ങളിപ്പോ പറഞ്ഞു, ഇനി ബെല്ലാട്രിക്സിനെ ബേസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ, കേരാണ്. കമോൺ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പറഞ്ഞോളൂ. വേടികുളോ ഇരുമ്പിയ പാമ്പേരി. കിട്ടി. ജമീല മാഡം, ആയിഷ മാഡം സംസാരിച്ചു. നിങ്ങളുടെ ടീമിന്റെ സെയിം ടീം തന്നെയല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. എമറാട്. ഓക്കെ, പറഞ്ഞോളൂ. ഞാനിപ്പോ ടി സി ആണ്. ITC ആണോ അടുത്തതിരുന്നുണ്ട്. എന്റെ 4 TC ഉണ്ടാവും. 2 ഉണ്ടാവും. പിന്നെ വർക്കിട്ടാന്ന് ആഗ്രഹമുണ്ട്. സാധിപ്പിച്ചു തരട്ടെ. പരിശ്രമിക്കുന്നുണ്ട്. വിജയം അള്ളാഹു തരട്ടെ. എല്ലാവർക്കും ദ്വാരക്കങ്ങൾ. പിന്നെ ജമിലത്താത്ത ചെയ്യാനുള്ളത് എല്ലാ സാധനം എഴുതിയിട്ട് നിങ്ങൾ നേരെ എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യട്ടോ. എനിക്കൊന്ന് വിടണം, യമാനിക്കും ജുനൈദ് സാറും എനിക്കും ആ എഴുതിയതൊന്ന് വിട്ട് തരിട്ടോ. നിങ്ങൾ ആ പറഞ്ഞതൊക്കെ എഴുതി തരണം കേട്ടോ. ഓക്കെ, അടുത്ത ലീഡർ പറഞ്ഞോളൂ പ്ലീസ്. ഓക്കെ, താങ്ക് യു. അടുത്ത ലീഡർ എന്ന് പറഞ്ഞോളൂ. സ്പീഡ് ആയിക്കോളൂ. നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ STC സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യാനാണ്. ടീം ഇലക്ട്ര, ഗുഡ് മോർണിംഗ്. ഇലക്ട്ര, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. ഇലക്ട്ര മുഹമ്മദ് സാർ പറഞ്ഞോളൂ. ഇൻഷാ അല്ലാഹ് ടേക്ക് ഓഫ്ക്ക് RTC ടച്ച് ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അടുത്തത് 2 RTCകൾ ഉണ്ടാവും ടച്ച് ചെയ്യാന്. ഓക്കെ. പിന്നെ 4 STC ഉണ്ടാവും. 4 STC. ഓക്കെ. വെഹിക്കിൾ വല്ലതും. പിന്നെ 5 ZDC ഉണ്ടാവും. 9 DTC, 12 ATC, 18 TC. ഓക്കെ. അത് എഴുതിയിട്ടില്ല. 5 ZTC. ഓക്കെ. എത്ര DTC എന്ന് പറഞ്ഞത്? 9 ആള്. 9 DTC. ഓക്കെ. 18 TC. 18 TC. ഓക്കെ. ഇൻഷാ അല്ലാഹ് 49 TC എബോ ടോട്ടലായിട്ട് ഉണ്ടാവും. 50 ആക്കി കളിയാണെങ്കിൽ ഒരു റൗണ്ട് ഫിഗറോ? നോക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു 350 ടിക്കറ്റ് വേണ്ടി വരും. എത്ര ടിക്കറ്റ് വേണ്ടി വരാ? 350. 350 ടിക്കറ്റ്. 5 ബസ് ഇൻഷാ അല്ലാഹ്. ഓക്കെ. പിന്നെ ഒരു 5 ടാറ്റ ഫുൾ ഓപ്ഷൻ ഉണ്ടാവും വെഹിക്കിള്. ഓക്കെ. ഒരു ബ്രസ കാർ ഉണ്ടാവും. കാറ് 1 ആയി, 2 ആയി. പിന്നെ ഇതില് 10 4 വീലർ ഉണ്ടാവും. 10 ഓക്കെ. 21 ന്യൂ 2 വീലർ 21 ആളുണ്ടാവും. 2 വീലർ 21. 21 മിനി സീലിംഗ് ഉണ്ടാവും. 2 സീലിംഗ് അച്ചീവർ ഉണ്ടാവും. ഓക്കെ. 21 മിനി സീലിംഗ്. ഓക്കെ. 2 സീലിംഗ്. ഓക്കെ. ഇപ്പൊ നിലവില് 2 ബോട്ട് അച്ചീവർ നിലവിലുണ്ട്. 2 ബോട്ട്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞോ? ഇനി അതിൽ നിങ്ങൾ താജ് വിന്നറും ഇതൊന്നും പ്ലാൻ ചെയ്താണ്ട്, അതായത് നമ്മളുടെ പ്രധാനമായിട്ട് റിലയൻസ് അക്കാദമി നൽകുന്ന സ്പെഷ്യൽ ജൂറി അവാർഡാണ് നമ്മളുടെ ട്രിംഫർ താജ് വിന്നർ. അതൊന്ന് ഡിസൈൻ ചെയ്താണ്ട്. ഇപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ട്രിംഫറും വരും. ഇത്രയും മിനി ഫീലിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ അഭിപ്രായത്തിൽ താജ് വിന്നർ തന്നെ വരാൻ സാധ്യത ഒരുപാട് ആൾക്കാരുണ്ട്. ട്രിപ്ലറൊക്കെ കണ്ടമാനുണ്ടാവും. അപ്പൊ ഒന്നത് നോക്കിയിട്ട് ഒന്ന് റെഡിയാക്കിക്കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും നിങ്ങൾ പറഞ്ഞ മിനി സീലിംഗ് പ്രകാരവും അതേപോലെ തന്നെ ഈ ഇത് വിരകാരൊക്കെ ഒരുപാട് നമ്മളുടെ താജ് എനിക്കുണ്ട് സാറേ. ആയിക്കോട്ടെ. അതൊന്നും ഓക്കെ. ഇലക്ട്ര, താങ്ക് യു. മുഹമ്മദ് സാർ, ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും പറയാൻ ഇലക്ട്രയിൽ നിന്ന് പറയാന്? സാറേ ഗുഡ് മോർണിംഗ്. ഞാൻ ടീം ജൂപ്പിറ്റർ ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ പാണ്ടിക്കാടേക്ക് റണ്ണിങ് ആണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സാറിന് ഒരു കോപ്പിയും അതുപോലെ തന്നെ ബിന്ദു മാഡത്തിന് ഒരു കോപ്പി ഇട്ടിട്ടുണ്ട്. ഓക്കെ, വായിച്ചോളൂ. ഹലോ, നിങ്ങള് വായിച്ചോ?
ഞാനത് കോപ്പി ഇട്ടിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിക്കാൻ തിരക്കിലായിട്ടാണ്. സാറിനും ബിന്ദു മാഡത്തിനും ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് കോപ്പി ഇട്ടിട്ടുണ്ട്. ബിന്ദു ആ കോപ്പി ഒന്ന് വായിച്ചേ. ഞാൻ ആ മൊബൈലുള്ളത് അവിടെ ആയിപ്പോയി. നീറ്റ് കൊണ്ട് ചെയ്തു. ബിന്ദു മാഡത്തിന് ആ കോപ്പി ഒന്ന് വായിക്കാൻ പറ്റുമോ? ഓക്കെ, എടുക്കട്ടെ സാറേ, ഞാൻ പറയാം. തൃശ്ശൂര് ഓപ്പൻ സാർ പറയും. STC ടച്ചിങ് ആണ്. STC ടച്ചിങ് ആയിട്ട് വരും. ZTC 2 പേരുണ്ടാവും. ZTC 2, DTC പോലെ 2 പേര്, ATC 4 പേര്, TC 6 പേര്. പുതിയ കാർ അച്ചീവ് ഉണ്ട്. 22 ലക്ഷത്തിന്റെ ആണ്. EV വിറ്റാര ഓക്കെ വെച്ചിട്ടുണ്ട്. മിനി സീലിംഗ് 2 പേര്. പിന്നെ 4 പേര്, 3 പേര് ആയിട്ടുണ്ട്. എന്തായാലും 4 പേര് കൂടി ഉണ്ടാവും. പിന്നെ അത് എങ്ങനെയാന്ന് അറിയില്ല. ഇപ്പൊ ബോട്ടിൽ രണ്ടാളുണ്ട്. ഓക്കെ, എന്തായാലും 4 പേര് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ബോട്ടിന്റെ നമുക്ക് നടത്തി കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്തൊരു താജ് വിസിറ്റ് ഉണ്ടാവും. അതിൽ ബോട്ടായിരിക്കില്ല. നമ്മുടെ അടുത്ത പോക്ക് ഡൽഹി, കുളു മണാലി അങ്ങനെയുള്ള വലിയൊരു ട്രിപ്പ് ആയിരിക്കും കേട്ടോ. അപ്പൊ താജ് പോക്കാകുന്ന നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് അതിൽ പങ്കെടുക്കുക. നമ്മൾ താജ് നടത്തുന്ന പ്രോഗ്രാം ആയിരിക്കും. ഓക്കെ, ഒരു അടിപൊളി വിസിറ്റ് ഡൽഹി മറ്റേ അതേപോലെ തന്നെ കശ്മീർ ഒക്കെ അടങ്ങുന്ന ഒരു പ്ലാൻ ആയിരിക്കും വരിക. എന്തായാലും ഞാൻ പറയാം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്. താങ്ക് യു ബോപ്പൻ സാർ. അടുത്ത് നെക്സ്റ്റ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇനി അന്ന് സൂറാബീഗം ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ എന്തെങ്കിലും നമ്പർ പറയാനുണ്ടോ? ഇല്ല, അതന്നെ പറഞ്ഞത്. അപ്പൊ സൂറാബീഗത്തിന്റെ പപ്പൻ സാറിന്റെ മാത്രം നമ്പർ 110 ആവുമ്പോ സൂറാബീഗത്തിന്റെ ലൈനിലുണ്ടോ? നിങ്ങൾ അപ്പുറത്തെ ടീമും കൂടിയതല്ലേ അൽസിയാണോ? സാറേ ടോട്ടൽ 210 പറഞ്ഞ അങ്ങനെ അല്ലേ സാറേ? അങ്ങനെയാണ് പറഞ്ഞത്. ഇനിയിപ്പോ 6 മാസം ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് പപ്പൻ സാറിന്റെ ഭാഗത്ത് 210 എന്ന് പറയുന്നു, സൂറാബീഗം നിങ്ങളുടെ ഭാഗത്ത് 10 എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അത് അറിയിക്കാം. അത് എന്തായാലും അറിയിക്കാം. സപ്ലൈ ഞങ്ങളത് സംസാരിച്ചിട്ട് അറിയിക്കാം. ടീമിന്റെ എണ്ണം കറക്റ്റ് ആയിട്ട് പിന്നീട് അറിയിക്കാം. അപ്പൊ സൂറാബീഗത്തിന്റെ ഭാഗത്ത് നമ്മളെ ITS ആർ നമ്മളെ ലൈനിലുണ്ടല്ലോ. ITS ആരുടെ എണ്ണം പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതല്ലെങ്കിൽ അഫ്സൽബീഗത്തിന് പറയണോ? മേലാറ്റൂർ ഭാഗത്ത് പറഞ്ഞോളൂ. ആരാച്ച പെട്ടെന്ന് പറഞ്ഞോളൂ, നമുക്ക് അവസാനിപ്പിക്കാം. ഷെരീഫ കരേക്കാട്. പറയും. ആദ്യം ദുബായിൽ എന്താ കൊണ്ടുവന്ന് പറയും, പിന്നെ പറയാം. പറയും. പിന്നെ ഞാന് RTC ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ കാറ് കാറൊന്നുണ്ടാവും. RTC. പിന്നെ വേറെ എന്തെങ്കിലും പറയാന്? നമ്പർ ഒരു STC ഉണ്ടാവും. പിന്നെ 2 സ്കൂട്ടി ഉണ്ടാവും. 5 മിനി സീലിംഗ് ഉണ്ടാവും. മിനി സീലിംഗ്. ഓക്കെ, 2 ടിക്കറ്റ്. എത്ര ടിക്കറ്റ് പറഞ്ഞത്? 210. 210 ടിക്കറ്റ്. ഓക്കെ. പിന്നെ 4 DTC ഉണ്ടാവും. ഓക്കെ. പിന്നെ 3 ZTC ഉണ്ടാവും. 3 ZTC. ഇത് എന്താ പറയാ, നിങ്ങളെ യമാനി അടങ്ങുന്ന ഭാഗത്തിലല്ലാത്തതല്ലേ ഈ പറഞ്ഞത്? 3 ZTC. അതെ. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ 5 ബോട്ടിങ് ഉണ്ട്. ഓൾറെഡി 5 ബോട്ട് ഉണ്ട് അപ്പോ. ഓക്കെ, നോട്ട് ചെയ്തു. പിന്നെ 18 TC. പറഞ്ഞോളൂ.